ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. പി ബി ജെയിംസ്, ഗുഡ് മോർണിംഗ്. പി ബി ജെയിംസ്, ആദ്യം ഹലോ, ഗുഡ് മോർണിംഗ് ജെയിംസ്. ഈ ബംഗ്ലാദേശ് ജെയിംസെ ബംഗ്ലാദേശിൽ 5ാം തവണ ഈ ഷേഖ് ഹസീന അധികാരത്തിലേക്ക് ചെല്ലുന്നു. യഥാർത്ഥ ഇന്ത്യയുടെ അതിർത്തി രാജ്യം എന്ന നിലയിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടല്ലോ. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? SKN വലിയ വിവാദങ്ങൾക്ക് നടുവിലാണ് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന, അവിടുത്തെ രാഷ്ട്രപിതാവ് മുജിബുർ റഹ്മാന്റെ മകൾ 5ാം തവണയും അധികാരത്തിലെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. പക്ഷേ വലിയ വിവാദമാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരിക്കുകയായിരുന്നു എന്ന് മാത്രമല്ല, അവിടുത്തെ മുൻ പ്രധാനമന്ത്രി ഖാലിദ് സിയ അടക്കം എല്ലാവരും വീട്ടുതടങ്കലിലാണ്. അവരൊന്നും ഇലക്ഷനിൽ മത്സരിച്ചിരുന്നില്ല. 300 ഡയറക്റ്റ് സീറ്റിലേക്ക് മത്സരിച്ചാൽ ഇപ്പോൾ ഭൂരിപക്ഷം കിട്ടി എന്ന വാർത്തയാണ് വരുന്നത്. പക്ഷേ 40% പേര് അവിടെ വോട്ട് ചെയ്തിട്ടുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നേട്ടമാണ് SKN. പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ട് വലിയ ബന്ധമാണ്. 1971 ഡിസംബർ 3-ാം തീയതി പാകിസ്ഥാനെതിരെ ഇന്ത്യ യുദ്ധം പ്രഖ്യാപിച്ച് 13 ദിവസം കൊണ്ടാണ് ബംഗ്ലാദേശിനെ മോചിപ്പിച്ചതും അവിടെ പുതിയ രാജ്യമാക്കി മാറ്റിയത് ഇന്ത്യയാണ്. അമേരിക്കയുടെയൊക്കെ എതിർപ്പിനെ അതിജീവിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയന്റെ പിന്തുണയോടെയാണ് സാധിച്ചത്. അതിനുശേഷം 5 തവണ 1996 ഷെയ്ഖ് ഹസീന ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷം 2009 അധികാരത്തിൽ വന്നു. 2009 മുതൽ 2023 വരെ ഏതാണ്ട് 15 വർഷമായി അവരുടെ ഭരണത്തിലാണ്. അവർ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് നടത്തിയെന്നുള്ള ആരോപണമുണ്ട്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ എതിർക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ സംഭവവാസങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ ഇൻഫ്ലുവൻസിൽ നിന്ന് മാറി മുന്നോട്ട് നീക്കാൻ പറ്റിയ ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. 3 ഇന്ത്യയുടെ അതിർത്തികളാണ്. മ്യാൻമർ മാത്രമാണ് ഒരു അതിർത്തിയായിട്ട് ബംഗ്ലാദേശിന് വേറെയുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വളരെ തന്ത്രപ്രധാനമായ രാജ്യമാണ്. അവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം, ഷെയ്ഖ് ഹസീനയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും വലിയ പാവപ്പെട്ട രാജ്യമായിരുന്ന, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴൊക്കെ പട്ടിണിയായിരുന്നു ബംഗ്ലാദേശിൽ. പക്ഷെ ഇപ്പോൾ ഇന്ത്യയുടെ ഗ്രോത്തിനേക്കാൾ വലിയ ഗ്രോത്താണ് അല്ലെങ്കിൽ വളർച്ചയാണ് ബംഗ്ലാദേശിലുള്ളത്. കോവിഡ് കാലത്ത് അവിടെ പ്രശ്നമുണ്ടായി എന്ന് പറയാതിരിക്കുന്നില്ല. പക്ഷേ അവിടുത്തെ വളർച്ച നല്ല രീതിയിലാണ്. അതുകൊണ്ട് ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടെ ഒരു റൂട്ട്സ് ഉണ്ട്. പിന്നെ മുജീബ് റഹ്മാന്റെ മകൾ എന്ന നിലയിലും. പക്ഷേ ഇന്ദിരാഗാന്ധി 1977 അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന പോലെ ഒരു അടിയന്തരാവസ്ഥയുടെ തലത്തിലേക്ക് ബംഗ്ലാദേശ് പോകുന്നുവെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഹസീന നമ്മുടെ കൂടിയാണ്. പക്ഷെ ബംഗ്ലാദേശിലെ ജനങ്ങൾ ഹസീനയ്ക്കെതിരെ തിരിയുന്നത് ഇന്ത്യക്കെതിരായി മാറുമോ എന്നുള്ള പേടിയുണ്ട്. എന്ന് മാത്രമല്ല, ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറ്റക്കാരായിട്ട് ആസാമിലേക്കൊക്കെ വരുന്നവരെ ഇപ്പോഴത്തെ സർക്കാർ തടയുന്നു, അവർക്ക് പൗരത്വം നൽകുന്നില്ല. അതിൻ്റെ പേരിൽ ബംഗ്ലാദേശിലെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ഇന്ത്യക്കെതിരെ ഒരു എതിർപ്പ് ഫോം ചെയ്തിരിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. SK പി ബി ജെയിംസ്, ഈ അടുത്ത കാലത്ത് ആദ്യമായിട്ട് ജെയിംസിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത്തിരി പച്ച പ്രകടിപ്പിച്ച ചില പ്രേക്ഷകരൊക്കെ ഈ PPA പച്ച കുത്തി എന്നുള്ള രീതിയിൽ സന്ദേശങ്ങളൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടില്ലെന്ന് അടിക്കണ്ട. SK മനോഹരമായ ചെടികളല്ലേ, മനോഹരമായ ചെടികളാണ്. പച്ചയല്ലേ നമ്മുടെ ജീവിതം. ആ പച്ചയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നപ്പോ PPയുടെ ഗ്ലാമർ ലേശം കൂടിയിട്ടുണ്ട് ഇന്ന് കേട്ടോ. ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു, ഈ പ്രായത്തിലൊക്കെ എങ്ങനെയാപ്പാ ഇത്രയും വലിയ ഗ്ലാമർ എന്ന്. ഓക്കെ ബിബി, അപ്പൊ നമുക്ക് ഇനി വെസ്റ്റ് ഏഷ്യയിലേക്ക് പോകണം. പശ്ചിമേഷ്യയിലെ ഈ പാലസ്തീനികൾ ഗസ വിട്ട് പറഞ്ഞോളൂ. ഓക്കെ ജെയിംസ്, ഇനി വാർത്തയിലേക്ക് പോയല്ലോ. പശ്ചിമേഷ്യയെ കുറിച്ചാണ് പറഞ്ഞത്. അതെ അതെ, പാലസ്തീനികൾ ഗസ വിട്ടു പോകണമെന്ന ഇസ്രായേൽ മന്ത്രിമാരുടെ ആവശ്യം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തള്ളിക്കളഞ്ഞു എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ടല്ലോ. മാത്രമല്ല, അവിടെ കുട്ടികളും അമ്മമാരും ഒക്കെ ഗസയിൽ കൊല്ലപ്പെടുകയാണ്. അമേരിക്കയ്ക്ക് ഇതിൽ വലിയ അമർഷമുണ്ട്. തീർച്ചയായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അവിടുത്തെ അപ്ഡേറ്റ്സ് എന്താണ് ഗസയിലെ? SKN ഈ ഗസയിൽ ഇപ്പോഴും ഇസ്രായേലിന്റെ ആക്രമണം രൂക്ഷമാവുകയാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്നത്, ഈ മണിക്കൂറുകളിൽ കൊല്ലപ്പെട്ട 100-ലേറെ പേരിൽ 2 പേർ മാധ്യമപ്രവർത്തകരാണ്. SKN പ്രത്യേകിച്ച് അൽ ജസീറയുടെ ഗസ മേഖലയിലെ ചീഫ് കറസ്പോണ്ടന്റും ബ്യൂറോ ചീഫായിട്ടുള്ള ആളുടെ മകൻ ഹംസ, അദ്ദേഹം അൽ ജസീറയുടെ TV റിപ്പോർട്ടറാണ്. അദ്ദേഹം കൊല്ലപ്പെട്ടു. ഒപ്പം തന്നെ മുസ്തഫ എന്ന AFPയുടെ ക്യാമറാമാൻ, ലോകമെമ്പാടും ചിത്രങ്ങൾ നൽകുന്ന ക്യാമറാമാനും കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതിനകം 80ഓളം മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. വളരെ ദുഃഖമാണ്. 3 മാസത്തിനുള്ളിൽ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോയവരൊക്കെ ഒന്നിനു പുറകെ ഒന്നായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഈ അൽ ജസീറയുടെ ബ്യൂറോ ചീഫ് തൻ്റെ മകൻ്റെ മൃതശരീരത്തിന്
സമീപം നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ പിന്നോട്ട് പോവില്ല, ഞങ്ങൾ ഇനിയും ചിത്രങ്ങൾ എടുക്കും, ഞങ്ങൾ മരിച്ചു വീഴും, ഇത് ലോകം കാണട്ടെ എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പിന്നോട്ട് പോകില്ല, അത്രയും ധൈര്യത്തോടെ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും വേറെ ഒരു മകളും ഒക്കെ ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ്. അദ്ദേഹം ഏതാണ്ട് അനാഥനായ അവസ്ഥയാണ്. അൽ ജസീറയുടെ ലേഖകരെ പ്രത്യേകിച്ച് തെരഞ്ഞു പിടിച്ച് ഇസ്രായേൽ ബോംബിടുന്നു എന്നുള്ള ആരോപണം കൂടി വന്നിട്ടുണ്ട്. അതിനിടയിലാണ് അമേരിക്കയിൽ നിന്ന് പറന്നെത്തിയ ആന്റണി ബ്ലിങ്കൻ, അദ്ദേഹം മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളൊക്കെ തിരക്കിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഗ്രീസിൽ പോയി, തുർക്കിയിൽ പോയി, ആദ്യം ഖത്തറിൽ വന്നു, സൗദിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, അബുദാബിയിൽ ഇന്നലെ പോയി. അപ്പോൾ ഈ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ പോയി യുദ്ധം വ്യാപിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. കാരണം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ലെബനൻ ഇന്ന് ഹിസ്ബുള്ള രംഗത്ത് വന്നിരിക്കുന്നു, ഹൂതികൾ യമനിൽ നിന്ന് ചെങ്കടലിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇറാഖിൽ സിറിയയിൽ ഒക്കെ ആക്രമണത്തിന്റെ പാതയിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് ഹമാസിന്റെ ഉപമേധാവി സലാഹ് അൽ അറൂഹി, അദ്ദേഹം കൊല്ലപ്പെട്ടത് ലെബനിലാണ്. അതുകൊണ്ട് തന്നെ ലെബനൻ റോക്കറ്റ് ആക്രമണം നടത്തുന്നു ഇസ്രായേലിലേക്ക്. ഒപ്പം ഷിയായുടെ നേതാവ് മുഷ്താഖ് അൽസൈദി കൊല്ലപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇറാഖിലെ ബാഗ്ദാദിലാണ്, അമേരിക്കൻ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ അമേരിക്ക ഒരു ഇരട്ടത്താപ്പ് നയമാണ് SKN. പ്രത്യേകിച്ച് ഒരു ഭാഗത്ത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു, മറുഭാഗത്ത് അവർ പറയുന്നു ഈ ഇസ്രായേൽ ചെയ്യുന്നതൊന്നും ശരിയല്ല, കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, പാലസ്തീനികളെ കൊല്ലുന്നു എന്നുള്ള രീതിയിൽ പറയുകയും അമേരിക്ക ഇപ്പോഴും വ്യക്തമായിട്ടൊരു നിലപാട് പറയില്ല. ഒന്നില്ലെങ്കിൽ അമേരിക്ക പറയുന്ന ഇസ്രായേൽ കേൾക്കുന്നില്ല, ഇല്ലെങ്കിൽ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാനായി ആന്റണി ബ്ലിങ്കനെ പോലുള്ളവർ കള്ളം പറയുന്നു. എന്തായാലും വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഗസ പോവുകയാണ്. കുഞ്ഞുങ്ങളുടെ രോദനമാണ് ഗസയിലെ മണ്ണിൽ നിന്ന് വരുന്നത്. SKN ജെയിംസ്, ഇനി മാലദ്വീപിലേക്കൊന്ന് പോയാൽ അവിടെ ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ വിമർശിച്ച മന്ത്രിമാർ പുറത്തായി എന്ന് വാർത്ത വരുന്നുണ്ട്. മാത്രമല്ല അവിടെ മാലദ്വീപ് പ്രസിഡന്റ് ചൈനയിലേക്ക് പോകുന്നു എന്ന വാർത്തയും വരുന്നു. പൂർണ്ണമായും ഇന്ത്യക്ക് കൈവിട്ടു പോയോ ഈ മാലദ്വീപ്? എന്താണ് അവസ്ഥ അവിടെ? SKN ഒരു പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ് മാലദ്വീപുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. മാലദ്വീപ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു കൊച്ചു ദ്വീപാണ്. പക്ഷേ എല്ലാ കാലത്തും ഇന്ത്യയുടെ വിശ്വസ്തമായ രാജ്യമായിരുന്നു. ഇപ്പോൾ നഷീദ് അടക്കമുള്ള ഒരുപാട് നേതാക്കൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ മുദ്രാവാക്യം ഇന്ത്യൻ സൈന്യം അവിടെ തമ്പടിച്ചിരിക്കുന്നു, ഇന്ത്യ അവിടെ സമുദ്ര പരിവേഷണം നടത്തുന്നു, ഇന്ത്യ മാലദ്വീപിനെ വിഴുങ്ങാൻ പോകുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ച് ചൈനയുടെ പിന്തുണയോടെ മൊയ്സു അവിടെ പ്രസിഡന്റായി വന്നത്. മൊയ്സു പ്രഖ്യാപിച്ചിരുന്നു, ഞാൻ അധികാരത്തിൽ വന്നാൽ ഇന്ത്യൻ സൈന്യത്തെ ഇവിടുന്ന് പിന്തള്ളും. അധികാരമേറ്റ ഉടനെ തന്നെ ഇന്ത്യയുടെ സൈന്യത്തോട് പുറത്തു പോകാൻ പറഞ്ഞു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നേരിട്ട് പറഞ്ഞു. മോഡി വളരെ ക്ഷുഭിതനായെങ്കിലും വേറെ വഴിയില്ല, കാരണം ചൈനയുടെ പിന്തുണയിലാണ് മൊയ്സു നിൽക്കുന്നത്. എന്ന് മാത്രമല്ല, ഇന്ത്യയെ വിട്ട് അദ്ദേഹം ചൈനയിലേക്കാണ് അദ്ദേഹം യാത്ര നടത്തുന്നത്. അത് തന്നെ വലിയ ഡിപ്ലോമാറ്റിക് ആയിട്ട് വലിയ ഇതാണ്. അതിനിടയിലാണ് 3 മന്ത്രിമാർ, മറിയം അടക്കമുള്ള 3 മന്ത്രിമാർ പരസ്യമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് യാത്രയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നത്. ലക്ഷദ്വീപിലേക്ക്, ഇന്ത്യയുടെ ഭാഗമാണ് ലക്ഷദ്വീപ്, അവിടേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി പോയത് മാലദ്വീപിലെ ടൂറിസം തകർക്കാനാണെന്നാണ് അവർ പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഇസ്രായേലിന്റെ പാവയാണ് നരേന്ദ്രമോദി, കോമാളിയാണെന്ന രീതിയിൽ മാലദ്വീപിലെ വെറും ഒരു ഡെപ്യൂട്ടി മന്ത്രി പറയാന്ന് വെച്ചാൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. അതിൻ്റെ പേരിൽ അവർക്ക് ഈ 3 മന്ത്രിമാരെ പുറത്താക്കേണ്ടി വന്നിരിക്കുന്നു. വലിയ വാർത്തയാണ്. മാലദ്വീപ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ആധിപത്യത്തിന് ശ്രമിക്കുമ്പോൾ മാലദ്വീപ് സ്ട്രാറ്റജിക്കലി ഇന്ത്യയെ വിട്ടു പോകുന്നത് അത്ര ഗുണകരമല്ല. പക്ഷേ എന്തായാലും ഇന്ത്യ നടത്തിയ ഒരു നീക്കം, മാലദ്വീപിൽ 2 ലക്ഷം ഇന്ത്യക്കാരാണ് ശരാശരി ഒരു വർഷം അവിടെ പോകുന്നത്. അവർക്ക് കോടിക്കണക്കിന് വരുമാനമുള്ളതാണ്. അവർ അത് അവിടെ പോകരുത്, അവിടുത്തെ യാത്ര റദ്ദാക്കണമെന്ന് ഇന്ത്യയിൽ വലിയ സോഷ്യൽ മീഡിയയിൽ ഇത് വന്നിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ക്രിക്കറ്റ് താരങ്ങൾ ഇന്ത്യക്ക് വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നു. ലക്ഷദ്വീപിൽ പോകണം, മാലദ്വീപിൽ പോകണ്ടെന്ന് പറഞ്ഞില്ല. മാലദ്വീപിലെ മന്ത്രിമാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടും വന്നിരിക്കുന്ന ചില്ലറക്കാരല്ല. സച്ചിൻ ടെണ്ടുൽക്കർ, ഹാർദിക് പാണ്ഡ്യ, ശിഖർ ധവാൻ, വെങ്കടേഷ് പ്രസാദ്, ഇങ്ങനെ തുടങ്ങിയിട്ട് പ്രധാനപ്പെട്ട, അതുപോലെ സിനിമാ താരങ്ങൾ ജോൺ എബ്രാഹാം, സൽമാൻ ഖാൻ തുടങ്ങിയിട്ടുള്ള സിനിമാ താരങ്ങളടക്കം ബോളിവുഡ് താരങ്ങളൊക്കെ രംഗത്ത് വന്നിരിക്കുന്നു ഇന്ത്യക്ക് വേണ്ടി. ഇന്ത്യയും മാലദ്വീപ് ഒരു ഈഗോ ക്ലാഷിന്റെ അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഒരു പക്ഷേ പേടിപ്പിച്ച് കൂടെ നിർത്തുക എന്നുള്ള ലൈനാണോ ഇന്ത്യ സ്വീകരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും വിദേശ നയത്തിന്റെ ഇത് വെച്ച് നോക്കിയാൽ ഇത് ഇന്ത്യക്കും ഗുണകരമല്ല, മാലദ്വീപിനും ഗുണകരമല്ല. SKN ഓക്കെ. ബിബി ജെയിംസ്, ഇപ്പോ ശശീന്ദ്രൻ MP അദ്ദേഹം കാനഡയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. രാത്രി 11:15 അയച്ചിരിക്കുന്നത്. ബിബി ജെയിംസ് ഒരു പച്ച മനുഷ്യനായത് ഇപ്പോഴാണെന്നാണ് പറയുന്നത്. ബാക്കില് പച്ച അടിച്ചതിന്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ ബിബി. ഈ പച്ച ജീവന്റെ ഭാഗം. ഓക്കെ, താങ്ക് യു ബിബി ജെയിംസ്. ഇനി നമുക്ക് വിദേശ വാർത്തകളുമായി നാളെ കാണാം.
റഫീഖ് പറയുന്നത് ഞങ്ങൾക്കറിയാം എല്ലാം മേക്കപ്പ് ആണെന്ന്, പിന്നെ പെയിന്റ് ആണ്. അതിന് സംശയം എന്താ? 1.5 ഇഞ്ച് കനത്തിൽ നമ്മൾ ഉൾപ്പെടെ അടിക്കുന്ന കേസാ. ഇന്നലെ ഞാൻ കൊല്ലത്ത് പോയി, സുന്ദരിമാരെ എല്ലാവരെയും കണ്ടപ്പോൾ പെയിന്റ് വാരി തേച്ചിരിക്കുന്നു. അത് കള്ളം, അങ്ങനെ വാരി തേച്ചിട്ടൊന്നുമില്ല. അവർക്ക് നല്ല മേക്കപ്പ് അറിയാവുന്നവര്. അതിന്റെ ഒരു വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഞങ്ങളൊക്കെ നമ്മുടെ ഇപ്പൊ എന്റെ മേക്കപ്പ്മാൻ, പേഴ്സണൽ മേക്കപ്പ്മാൻ ഷാജിയാണ് 24-ല്. അപ്പോ ഷാജി അടിക്കുന്ന പെയിന്റാണ് എനിക്കുള്ളത്. പക്ഷേ പെൺകുട്ടികളെ മിക്കവാറും അവരുടെ പെയിന്റ് അവർ തന്നെ അടിക്കും. അതുകൊണ്ട് അവരത്ര ഓവറായിട്ട് പെയിന്റ് അടിക്കില്ല റഫീഖ്. പിന്നെ എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, ഈ കലോത്സവ വേദിയിൽ പോയിട്ട് നമ്മുടെ ആർട്ടിസ്റ്റുകളുടെയും അവതാരകരുടെയും പെയിന്റ് കാണാൻ പോയത് ശരിയല്ല. അവിടെ കലോത്സവ വേദി എത്രയോ നല്ല പ്രകടനങ്ങൾ നടക്കുന്നു. ആ കുട്ടികളുടെ മത്സരമല്ലേ കാണേണ്ടത്, പെയിന്റ് അല്ലല്ലോ അവിടെ പ്രസക്തി.